ദേവദൂതൻ റിലീസ് ചെയ്തല്ലോ. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ പോസ്റ്റർ കണ്ടത് മോഹൻലാല്, പ്രാവ് അങ്ങനെയൊക്കെ ഉണ്ട് പോസ്റ്ററിന്. അതിനകത്ത് എഴുതി വെച്ചേക്കുവാണേ, സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സമ്മൺ എന്ന്. ആർക്കോ ആരോടോ എന്തോ പറയണം. നോബഡി വാണ്ട്സ് ടു ഹിയർ എനിത്തിങ് ഫ്രം എനിവൺ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ആരുടെ ഇതൊക്കെ എഴുതിയത്? സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സമ്മൺ. ഇത് മലയാളത്തിൽ എഴുതുന്ന പൊളിച്ചേനെ. ഓ, ഇംഗ്ലീഷാ. ആർക്കോ ആരോടോ എന്തോ പറയണമെന്ന്. അതിന് ഞാൻ എന്ത് വേണോടാവേ? ഇത് പോയി കാണണോ? അയ്യോ, ഇതുപോലത്തെ ഡയലോഗൊക്കെ എഴുതുന്നവരൊക്കെ എവിടെ ഇരിക്കുന്നേ? അല്ലേ ഇതുവഴിയാ നടക്കുന്നേ? അല്ലെ എന്താ കഴിക്കുന്നേ? അല്ലേ അറിയാം, കുടിക്കുന്നതൊക്കെ വേറെന്തോ സംഭവം. അത് ചുമ്മാ ഈ പടമൊക്കെ 8 നില പൊട്ടുന്നേ. ഇത് കണ്ടാൽ ഇത് കാണാൻ പോകുന്നവൻ എന്തോ ആയിരിക്കും. അതാലോചിക്കും. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഈ പടം പോയി കാണുന്ന അവസ്ഥ. ഇത് വല്ല മോക്രി അങ്ങനത്തെ വല്ല സീൻ വല്ലതും ആണോ? കോമഡി പടമാണോ ഇത്? പടം പൊട്ടുക. 1 പൊട്ടി 2 പൊട്ടി. അപ്പോഴവർക്ക് മനസ്സിലായത്. 1 പൊട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായില്ല പടം പൊട്ടിയതാണ്. വീണ്ടും കൊണ്ടുവന്നേക്കുക. കുറേ കൊല്ലം കഴിഞ്ഞ് വിട്ടു നോക്കി, അപ്പോഴും പൊട്ടി. ഇത് വിജയിപ്പിക്കുന്നത് വരെ റിലീസ് ചെയ്യണം കേട്ടോ. ഇത് മാറ്റണം, ഇത് എടുത്ത് മാറ്റണം. നോബഡി വാണ്ട്സ് ടു ഹിയർ എനിത്തിങ് ഫ്രം എനിബഡി എന്നൊക്കെ ആക്കണം. അല്ല, നോബഡി വാണ്ട്സ് ടു ഹിയർ നത്തിങ് ഫ്രം എനിവൺ അങ്ങനെ ആക്കിയാൽ മതി. സൂപ്പറായിരിക്കും. മാറ്റിപ്പിടി. അടുത്തത് വേറെ നടി ആരാ? ജയപ്രദ. ആരാ ഇതിനകത്ത് അഭിനയിച്ച്? അവരെ പടം വെച്ചിട്ട് മോഹൻലാലിന്റെ നായികയുടെ ഫോട്ടോ ഇപ്പുറത്ത് വെക്കുക. എന്നിട്ട് അത് പറയുന്നു ഇങ്ങനെ, ചെമ്പടി ടു സംതിങ്, സമ്മൺ വാണ്ട്സ് ടു സേ സംബഡി ടു സംതിങ് എന്ന്. അത് കൊള്ളാം അല്ലേ? അയ്യോ, അല്ലേ സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സമ്മൺ. എങ്ങോട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. പ്രാസമായിരിക്കും ഉദ്ദേശിച്ചത്. പോരെ മോനെ, വെറുതെ അല്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഈ പടം എന്താ അത്ര അങ്ങോട്ട് ഓടാത്തതെന്ന്. ബാക്കിനെ പടമൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയും എന്തുമായിരിക്കും. ദേവദൂതനാ. മോഹൻലാലിൻ്റെ ഫോട്ടോ കാണണം. ഒരു വല്ലാത്ത രീതിയിൽ ഭയങ്കര മ്യൂസീഷ്യനെ പോലെയൊക്കെ നിൽക്കുന്നു. ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ. പുള്ളി പിന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കംപ്ലീറ്റ് ആണല്ലോ. കംപ്ലീറ്റ് ഇപ്പം കംപ്ലീറ്റ് അല്ല കേട്ടോ. മറ്റേ എന്താ 1 and only മാറ്റി. 1 and only ആക്ടർ. അത് പിന്നെയും കൊള്ളാം. 1 and only മോഹൻലാലാണ്. പിന്നെ മോഹൻലാൽ എല്ലാവരും 1 and only, ഞാനും 1 and only, നിങ്ങളെല്ലാവരും 1 and only. അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ കംപ്ലീറ്റ് എന്നൊക്കെ പറയുമ്പോഴേ കൺഫ്യൂഷനാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇയാളെന്നെ പിന്നെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. പോയിക്കൂടെ എന്ന്. അപ്പം മാറ്റി. ഇല്ലല്ലോ, കംപ്ലീറ്റ് ആയില്ല. 1 and only, 1 and only. ആരോ ഭയങ്കര ഇംഗ്ലീഷുകാർ കൂടെ കൂടിയിട്ടുണ്ട് പുള്ളിയുടെ. ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് ഓരോ ഇംഗ്ലീഷൊക്കെ. അപ്പം ശരി എന്നാൽ.